എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ആപ്പിൾ പൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആപ്പിൾ പൈ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ക്രസ്റ്റ് കാണും. അതിൻ്റെ ഉള്ളിലായിട്ട് ഫ്രൂട്ടിൻ്റെ ഒരു ഫില്ലിങ് വെച്ചിട്ട് വീണ്ടും ആ ഒരു ക്രസ്റ്റ് വെച്ചിട്ട് ഇഷ്ടമുള്ള ഡിസൈൻസ് ഒക്കെ ചെയ്തെടുക്കുന്ന ഒരു സംഭവമാണ് ആപ്പിൾ പൈ. ആപ്പിൾ വെച്ചിട്ട് മാത്രമല്ല പല ഫ്രൂട്ട്സ് വെച്ചിട്ടും പൈ തയ്യാറാക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ കുറച്ച് വലിയൊരു പാത്രത്തിലാണ് എടുക്കുന്നത്, അതുകൊണ്ടാണ് 3 കപ്പ്. നിങ്ങൾ ചെറിയ പാത്രമാണെങ്കിൽ പകുതി എടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കി കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്കിനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തണുത്ത ബട്ടറാണ്. 150 ഗ്രാം ബട്ടർ ചെറിയ ക്യൂബുകളാക്കി മുറിച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിട്ടിട്ട് നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ആ ഒരു ക്രസ്റ്റാണ് നമ്മളിപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കൈവച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഫുഡ് പ്രോസസ്സറിലിട്ടോ ഈ ഒരു മൈദയും ബട്ടറും കൂടെ ഉള്ളത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് നല്ല തണുത്ത വെള്ളം വെച്ചിട്ട് കുഴച്ചെടുക്കണം. അതിന് മുൻപായിട്ട് ഈ ഒരു ബട്ടറും ഈ ഒരു മൈദയും കൂടെ നല്ലതായിട്ട് പൊടി പോലെ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഒട്ടും തന്നെ തരികൾ പാടില്ല. ഇപ്പം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഐസ് വാട്ടർ വേണം. അതായത് ഐസ് ക്യൂബ്സ് എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിക്കുമ്പോൾ നല്ലൊരു ഐസ് കോൾഡ് വാട്ടർ ആവും. അപ്പോൾ അത് 10 ടേബിൾ സ്പൂണാണ് നമുക്ക് ഈ ഒരു ക്രസ്റ്റ് ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മൾ 10 ടേബിൾ സ്പൂൺ ഐസ് കോൾഡ് വാട്ടർ ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കൈവച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം. ഇത് നമ്മൾ ചപ്പാത്തിക്കൊന്നും കുഴയ്ക്കുന്ന പോലെ അങ്ങനെ ആ ഒരു പരുവത്തിൽ വരില്ല. കുറച്ച് പൊടി പൊടിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒന്നുകൂടെ കൗണ്ടർ ടോപ്പിലിട്ട് ഒന്ന് കുഴച്ചതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കും. അപ്പോൾ എന്നിട്ടാണ് നമ്മളിത് പരത്തിയെടുക്കുന്നത്. അപ്പോൾ കൈവച്ചിട്ട് ഇങ്ങനെ നോക്കുക, നമുക്കൊന്ന് ഉരുട്ടാനാവുന്ന പരുവത്തിന് വരുന്ന വരെ നമ്മൾ കുഴച്ചെടുക്കണം. അപ്പോൾ വെള്ളം പോരാൻ തോന്നുകയാണെങ്കിൽ വീണ്ടും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 10 ടേബിൾ സ്പൂണാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതുപോലെ ഒന്ന് ഉരുട്ടാനൊരു പരുവാക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു മാവിനെ രണ്ടായിട്ട് മുറിക്കാം. അപ്പോൾ രണ്ടായിട്ട് മുറിക്കുമ്പം ഒരു ഭാഗം കുറച്ച് വലുതായിട്ടും ഒരു ഭാഗം കുറച്ച് ചെറുതായിട്ടുമാണ് ഞാൻ മുറിച്ചിട്ടുള്ളത്. അത് ഇനി നന്നായിട്ട് ഉരുട്ടിയതിന് ശേഷം ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റായിട്ട് കവർ ചെയ്യാം. ടൈറ്റായിട്ട് കവർ ചെയ്തതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ 1 മണിക്കൂർ വെക്കണം. നോർമൽ ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്, ഫ്രീസറിലല്ല. അപ്പോൾ നമുക്കിനി ഇത് പരത്തിയെടുക്കാനുള്ള ഒരു പരുവത്തിന് കിട്ടണം. അപ്പോൾ നമ്മളിത് ടൈറ്റായിട്ട് നന്നായിട്ട് കവർ ചെയ്തതിന് ശേഷം 1 മണിക്കൂർ ഇതൊന്ന് ഫ്രിഡ്ജിൽ മാറ്റി വെക്കാം. അപ്പോൾ ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതുമാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ആപ്പിൾ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ 5 വലിയ ആപ്പിളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏത് ടൈപ്പിലുള്ള ആപ്പിൾ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പം ഗ്രീൻ ആപ്പിൾ എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല ഫ്ലഷുള്ള ആപ്പിൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ആപ്പിളിൻ്റെ തൊലി ഒന്ന് കളയാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ ഫില്ലിങ് നിങ്ങൾക്ക് പല രീതിയിൽ തയ്യാറാക്കാം. ആപ്പിൾ അരിഞ്ഞിട്ട് അതേപടി നമുക്ക് കുറച്ച് കാര്യങ്ങളോട് മിക്സ് ചെയ്തിട്ട് ഫില്ലിങ് തയ്യാറാക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ സ്കോച്ച് സോസിൽ നമുക്ക് ഈ ഒരു ആപ്പിൾ ഇട്ടിട്ട് അങ്ങനെ ഫില്ലിങ് തയ്യാറാക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ആപ്പിളിൻ്റെ എല്ലാം തൊലി കളഞ്ഞതിന് ശേഷം അതിൻ്റെ അരിയും ആ നടുക്കുള്ള ഭാഗവും കൂടെ കളഞ്ഞിട്ട് ഇത് തിന്നായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ തിന്നായിട്ട് നീളത്തിലാണ് നമ്മൾ ഈ ഒരു ആപ്പിൾ ഇപ്പോൾ അരിഞ്ഞെടുക്കാനായിട്ട് പോകുന്നത്. ഒരുപാട് കട്ടി വേണ്ട. അപ്പോൾ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം. തിന്നായിട്ടോ നിങ്ങൾക്ക് വലിയ സ്ക്വയർ പീസുകളാക്കിയോ എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു ആപ്പിളൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വരും. അപ്പോൾ നമ്മൾ മുഴുവനും ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിനി ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഈ ആപ്പിളിൻ്റെ മധുരം കൂടാതെ നമുക്ക് പഞ്ചസാരയും കൂടെ വേണം. 3 ടേബിൾ സ്പൂൺ ഇട്ടാൽ ഈ ഒരു ആപ്പിളിൻ്റെ ചെറിയൊരു പുളി കാണും. അപ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇടാം. 5 ടേബിൾ സ്പൂൺ വരെ ഇടാം. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മൈദ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഒരു പ്രധാന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് സിനമൺ പൗഡറാണ്, അതായത് കറുവപ്പട്ട പൊടിച്ചത്. അപ്പോൾ അത് നന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഒരുപാട് കൂടണ്ട, ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഇനി ഇത് കൂടാതെ ഞാനിതിലേക്ക് കുറച്ച് ജാതിക്ക പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ടേസ്റ്റാണ്. അപ്പോൾ അതിനങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നാരങ്ങയുടെ നീരും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ പൈക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്. ആപ്പിൾ തന്നെ എടുക്കണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് വെച്ചിട്ട് പൈ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. പഴം വെച്ചിട്ട് ചെയ്യാം, ബ്ലൂബെറി അതുപോലെ സ്ട്രോബെറി ഒക്കെ വെച്ചിട്ടും പൈ ചെയ്തെടുക്കാവുന്നതാണ്.
അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഫ്രൂട്ട്സ് വെച്ചിട്ട് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് നോൺ വെജ് ആണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നോൺ വെജ് വെച്ചിട്ടും നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഫില്ലിങ് തയ്യാറാക്കിയിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു മാവ് നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒരു റോളർ വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്തതിന് ശേഷം നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഇത് റോൾ ചെയ്യുമ്പം ചപ്പാത്തി പോലെ അങ്ങനെ സ്മൂത്തായിട്ടൊന്നും റോൾ ചെയ്യാൻ പറ്റില്ല, കുറച്ചൊക്കെ പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. പൊടിഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ കൈ വെച്ചിട്ട് ഒന്ന് പ്രസ്സാക്കി ഒട്ടിച്ചു കൊടുത്താൽ മതി. കുറച്ച് പാടായിരിക്കും ഇത് നമുക്ക് പരത്തിയെടുക്കാനായിട്ട്, കാരണം നല്ല കട്ടിയിലിരിക്കുന്ന ഒരു മാവാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. ഇതിൻ്റെ സൈഡൊക്കെ കുറച്ച് വിട്ടു പോയാലും നമുക്ക് കൈ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. അടിയിൽ നന്നായിട്ട് മാവിട്ടതിന് ശേഷം ഇത് പരത്തുക. അപ്പോൾ നമ്മളിതുപോലെ ഈ ഒരു റോളിംഗ് പിന്നിലേക്ക് ഇതെടുത്ത് വെച്ചിട്ട് നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിവിടെ ഒരു പൈയുടെ ഒരു ട്രേ എടുത്തിട്ടുണ്ട്. ഇതുപോലെ വട്ടത്തിലുള്ള ഏത് ട്രേ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇത് കുറച്ച് വലിയൊരു ട്രേ ആണ്. അപ്പോൾ അതാണ് ഞാൻ 3 കപ്പ് മാവെടുത്തത്. അപ്പോൾ ഇതിൻ്റെ ചെറുതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1.5 കപ്പ് മാവെടുത്താൽ മതിയാകും. അപ്പോൾ ഈ ഒരു ട്രേയിലേക്ക് നമ്മൾ ഈ ഒരു മാവ് വെച്ച് കൊടുത്തു. അപ്പോൾ ആ ഒരു ട്രേയുടെ ഷേപ്പിലേക്ക് നമുക്കിത് ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ച് വെക്കാം. ഗ്യാപ്പ് വരുന്ന സ്ഥലങ്ങളിൽ ഒന്നുകൂടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ആപ്പിളിൻ്റെ കൂട്ട് നിരത്തി കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു കൂട്ട് ഇതിലേക്ക് നിരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പകുതി കൂടെ ബാക്കി ഇരിപ്പുണ്ട്. അത് നമുക്ക് ഇതുപോലെ തന്നെ പരത്തിയതിന് ശേഷം ചെറിയ ചെറിയ റിബൺ പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ പല ടൈപ്പിൽ നമുക്ക് ഈ ഒരു പൈ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം, പല ഷേപ്പിൽ. അപ്പോൾ ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ്. ഈ ഒരു പൈ ഡെക്കറേറ്റ് ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ റിബണാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് അതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ആദ്യം നേരെ വെക്കുക, അതിനുശേഷം ക്രോസിനും വെക്കുക. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെല്ലാം ഇതുപോലെ നിരത്തി കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബാക്കിയുള്ളത് ഇതുപോലെ ഇങ്ങനെ ക്രോസ് ചെയ്തും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് എഗ് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. മുട്ട ഒന്ന് അടിച്ചിട്ട് ഒന്ന് എഗ് വാഷ് ചെയ്യുകയാണെങ്കിൽ ബേക്ക് ചെയ്ത് വരുമ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കിട്ടും. അപ്പോൾ ആദ്യം നമ്മളിത് 200 ഡിഗ്രിയിൽ 15 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്യുക. അതിന് ശേഷം 150 ഡിഗ്രിയിലേക്ക് തീ കുറച്ചതിന് ശേഷം വീണ്ടും ഒരു 45 മിനിറ്റ് കൂടി ഇത് ബേക്ക് ചെയ്ത് എടുക്കാം. അങ്ങനെ മൊത്തത്തിൽ നമ്മളിത് 1 മണിക്കൂറാണ് ബേക്ക് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ നല്ല ബ്രൗൺ നിറമായിട്ട് അകത്തുള്ള ആപ്പിളൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പൈയാണ്. ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് പൗഡേർഡ് ഷുഗറും കൂടെ ഒന്ന് ഡസ്റ്റ് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പൈ എന്ന് പറയുമ്പം ഐസ്ക്രീം, വാനില ഐസ്ക്രീമിൻ്റെ കൂടെയാണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ. അപ്പോൾ ഇവിടെ ആപ്പിളിൻ്റെ സീസണൊക്കെ വരുമ്പം എല്ലാവരും ട്രൈ ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു ആപ്പിൾ പൈ. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്